അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ പ്രസവത്തിന് കൊണ്ടുപോകലാണ് കേട്ടോ. രശ്നു എന്നൊക്കെ പറയും, ഇക്കാൻ്റെ ഫ്രണ്ടാണ്, ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനെ പ്രസവത്തിന് കൊണ്ടുപോകലാണ്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഓരെല്ലാവരും കൂടെ പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ്, അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപോയോക്കെ അല്ലേ. വീട് അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് കയറാൻ തന്നെ ഉള്ളൂ. ഇതാണ് വീട്, രശ്നുവിൻ്റെ വീട്. അപ്പോൾ ഇതാണ് കേട്ടോ രശ്നുവിൻ്റെ വീട്. അവരുടെ വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോകാനൊക്കെ ആൾ വന്നിട്ടുണ്ട്. അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടങ്ങി ഭാര്യ വീട്ടുകാരെ സൽക്കരിക്കാണ്. ഇതൊക്കെ ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫാളാട്ടോ. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാളൊക്കെയാണ്. ഇവിടെ ഒരാളുണ്ട്, ഒരു മക്കളാണ്. ഇങ്ങനെ ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വിളമ്പുന്നുണ്ട്. ഇതാണ്ട് പെണ്ണ്, വിഷ്ണുവിൻ്റെ പെങ്ങളുടെ മോള്. വീഡിയോ എടുക്കണോണ്ട് എനിക്ക് ചോറും പായസവും ഒക്കെ തരും. ആ കണ്ണൻ, അത് ഞാൻ പറയണം, എല്ലാവർക്കും അറിയാം. ആ റെഡ് ഇട്ടാട്ടെ രശ്മിച്ചി, രശ്നുവിൻ്റെ പെങ്ങളാണ്. ഫുഡൊക്കെ വിളമ്പുന്നുണ്ട്. അതിന്റെ പേര് പറയൂ. അച്ചാറുമായി സച്ചു വരുന്നു. അങ്ങനെ അവരൊക്കെ ഫുഡൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാൾക്കാരാണ് അവിടെ വിളമ്പുന്നത്. ആ ബ്ലൂ ഇട്ടത് ഇന്നു എന്ന് പറയും, അത് ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ്. യെല്ലോ ഇട്ടതും അച്ചു, അതും ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് തന്നെയാണ് നേരത്തെ പറഞ്ഞ്. അങ്ങനെ അവരൊക്കെ ആ ഫുഡൊക്കെ വിളമ്പണ്. അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ വീട്. മുത്തുവേട്ടൻ സുധിയേട്ടനൊക്കെ പറയും. ഇത് സുധിയേട്ടൻ്റെ മോളാട്ടോ. അങ്ങനെ അവരൊക്കെ ആ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാനേ വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ. പിന്നെ അവരെല്ലാവരും കൂടെ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെ എത്തിച്ചതാണ്. ഇതാണ് മിന്നു, മിന്നുവിൻ്റെ കുട്ടി. ഹായ്. മിന്നു പോരെ. കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ. നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞേ ഇല്ല. എന്ത് സാമ്പാർ അല്ല, സാമ്പാർ ഒഴിക്കണേ. അപ്പം ഇനി കഴിക്കാം.
അങ്ങനെ ഞാൻ ഇവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മക്കളെ ഫുഡ് കഴിക്കലൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. സുധിയേട്ടൻ്റെയും മുത്തിയേട്ടൻ്റെയും മക്കളാണ് ഒരിതാ അവിടെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരുപാട് ചോറുണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന ഇടയിൽ ചോറിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ മറന്നിട്ടുണ്ട്. നമ്മൾ പായസം കുടിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യലും ഫുഡ് ഇടലും അറേഞ്ച്മെൻറ്റും എല്ലാം പാടെ ഭയങ്കര തിരക്കുള്ള നേരമാണ് കേട്ടോ. ഇനി നമ്മൾ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയേക്കാം. അപ്പോൾ അഞ്ചു മാറ്റി റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോന് ബാക്കിലുണ്ട് കേട്ടോ, നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ മോൻ്റെ സൗണ്ടൊക്കെയാണ് ഈ കേൾക്കുന്നത്. മോനറിയാം ഞാൻ ഫോണിൽ എന്തോ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ മോന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേക്കും, ഇങ്ങനെ വിളിച്ചുകൊണ്ടേക്ക് ഇരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ആള്. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കുമാരിയേച്ചിയും അഞ്ചുമൊക്കെ നല്ല കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ചടങ്ങുകളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. എനിക്കാണില്ല ഫോണിലുണ്ട്. പോണോ? അഞ്ചാള് മൂന്നാളൊക്കെ മതി, വേറെ വേണ്ട. ഇങ്ങോട്ട് കൊടുക്കണം. ആ വെറ്റിന് ഇങ്ങോട്ട് വാങ്ങിക്കണേ. എന്നിട്ട് ചോള ഇട്ട് കൊടുക്കുക. വെറ്റില ചോള ഇട്ടാണ് കൊടുക്കുക. മൂന്നാളോ അഞ്ചാളോ മതി. അത് ചെല്ലിങ്ങളെ ചെല്ലി ഫോണില്
തിരിഞ്ഞു മറിഞ്ഞ് നോക്കണ്ട പറഞ്ഞാൽ മതി. ആരും തിരിഞ്ഞു മറിഞ്ഞ് നോക്കണ്ട പറഞ്ഞാൽ ആരോട് പറയും വേണ്ട പോവട്ടെന്നാ കാണാം. അങ്ങനെ ഓള് ഇറങ്ങിയിട്ടുണ്ട്, പോവാണ്. ഇവിടെ ഈ കൂട്ടിലൊരു ബേർഡ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഇവിടെ അങ്ങനെ പ്രാവും അതും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുത്തേട്ട വളർത്തുന്നതാണ്. യാത്ര അയച്ച് വരുന്നുണ്ട്. ഒരൊക്കെ ഫുഡ് കഴിക്കാണ്. നമ്മൾ പോവാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി. നവാത് പോയത് എൻ്റെ കുട്ടി ഉറങ്ങി നീറ്റതാ അവിടെ ഗെയിം കളിച്ചിണേ. നല്ല ഉറക്കിയെന്ന് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലൊക്കെയാണ് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.